ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. ഇവിടെ നന്നായി ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് വമൻ അള്ലമു. നോക്കൂ നിങ്ങൾ എല്ലാവരും, പലരും ഇവിടെ ഓതുന്നത് വമൻ അള്ലമു എന്നാണ്. വമൻ അള്ലമു എന്താ പ്രശ്നം? രണ്ടും നോക്കൂ നിങ്ങൾ. ഞാൻ അള്ലമു എന്ന് പറയുന്ന കലിമത്ത് രണ്ട് രൂപത്തിൽ പറയാം, തെറ്റും ശരിയും പറയാം. ആദ്യം പറയുന്നത് ശരിയാണ്, പിന്നെ പറയുന്നത് തെറ്റാണ്. അള്ലമു അള്ലമു മനസ്സിലായിട്ടുണ്ടാവും. ആ ലോ എന്ന അക്ഷരത്തിൽ ഒന്ന് കയറി ഇരുന്ന് ഇറങ്ങി പോരുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലെങ്കിൽ അള്ലമു അല്ല അള്ലമു. അത് ലോ എന്ന ഹർഫിൻ്റെ സിഫത്തുകൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പം നമുക്ക് അവിടെ ഓതേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. അള്ലമു. അങ്ങനെ പ്രത്യേകമായി പറയേണ്ട അക്ഷരങ്ങൾ 5 എണ്ണമാണ്. നോക്കൂ നിങ്ങൾ സ്ക്രീനിലേക്ക്. ഖാഫ്, ത്വാ, ബ, ജീം, ദാൽ. ഇത് ചേർത്തിയാണ് നമ്മൾ ഖുതുബ്ജദ് എന്ന് പറയാറുള്ളത്. ഖുതുബ്ജദ്. ഈ 5 അക്ഷരങ്ങൾ, ഈ 5 അക്ഷരങ്ങളുടെ പേരാണ് ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങൾ. ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങൾ. ആ അക്ഷരങ്ങൾ മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എങ്ങനെ പറയാൻ പറ്റുള്ളൂ? നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ അഹദുൻ, ഖുൽ ഹുവല്ലാഹു അഹദുൻ. ആ അഹദുൻ എന്നിടത്ത് സുക്കൂൻ കൊടുത്താൽ നമ്മൾ നിർത്തുക. അപ്പോൾ അഹദ് 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 പോരാ, അഹദ് വേണ്ട. ആ ദാലിൻ്റെ ശബ്ദം പൂർണ്ണമായി മുഴക്കത്തോടെ കേൾക്കുക എന്നാ പറയാം. അതിൻ്റെ കാരണങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അഹദ്. ഖുതുബ്ജദിൽ ഒരക്ഷരമാണ് ദാൽ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഈ അക്ഷരങ്ങൾക്ക്, ഈ ഖുതുബ്ജദ് എന്ന് പറയുന്ന 5 അക്ഷരങ്ങൾക്ക് ഫത്ഹാകുമ്പോഴും കസ്റാകുമ്പോഴും ലമ്മാകുമ്പോഴും ഒക്കെ ഈ ഖൽഖലത്ത് എന്ന് പറയുന്ന വിശേഷണം ഉണ്ട്. പക്ഷേ അത് കൂടുതൽ പ്രകടമാവുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് സുക്കൂൻ കൊടുക്കുമ്പോഴാണ്. അത് വേർഡുകളുടെ അവസാനത്തിൽ വരുമ്പോഴും നടുവിൽ വരുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന് നോക്കൂ. ശത്അഹ, ശത്അഹ, അത്റാഫിഹ, 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 അല്ലാതെ അത്റാഫിഹ അല്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ ഇനി വരുന്നുണ്ട്, അവിടെ നമുക്ക് വിശദമായിട്ട് പറയാം. ഈ 5 അക്ഷരങ്ങൾ ഖുതുബ്ജദ് പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ടതാണ്. ഖൽഖലത്ത് ഈ അക്ഷരങ്ങൾക്കാണ്. ഈ പറയുന്ന രൂപത്തിൽ ലോ എന്ന അക്ഷരത്തിന് കൊടുത്ത് അപ്പോഴത് ഖൽഖലത്താവില്ല, അത് വേറൊരു വിഷയം. അങ്ങനെ കയറി വിശ്രമിച്ച് ഇറങ്ങി പോരാൻ പറ്റുന്ന ഒരു അക്ഷരം അല്ല ലോ അടക്കമുള്ള അക്ഷരങ്ങൾ, അഥവാ ഈ 5 എണ്ണം അല്ലാത്തത്. വമൻ അള്ലമു അല്ല, വമൻ അള്ലമു. ചില ആളുകൾ കേട്ടില്ലേ നിങ്ങൾ, ഗൈറിൽ മഗ്ദൂബി, മഗ്ദൂബി യുഗ്നി മാലഹു ഒക്കെ തെറ്റാ. മഗ്ദൂബി യുഗ്നി ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഉസ്രി യുസ്റാ അല്ല, ഉസ്രി യുസ്റാ. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാനൊരു 2 വരി പാടി തന്നാൽ അത് നിങ്ങൾ അതേപോലെ പാടി പഠിക്കുമോ? എന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാവും. ശരിക്ക് ശ്രദ്ധിച്ചു പാടി പഠിക്കണം, എന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. നോക്കൂ. ഖുതുബ്ജദല്ലാത്തക്ഷരമിൽ ഖൽഖലത്ത് വരുന്നതു നന്നല്ല, കുറേയേറെ പേരിത് ഗൗനിക്കാതോതുന്നുണ്ടതു ശരിയല്ല. മനസ്സിലായില്ലേ? ഖുതുബ്ജദ് 5 അക്ഷരങ്ങൾ, ഇതിൽ മാത്രമേ ഖൽഖലത്ത് വരാവൂ. കുറേ ആളുകൾ ഇത് ശ്രദ്ധിക്കാതെ ഓതുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ അക്ഷരങ്ങൾക്ക് ഖൽഖലത്ത് പോലെ കൊടുക്കുന്നുണ്ട്. ഖുതുബ്ജദല്ലാത്തക്ഷരമിൽ ഖൽഖലത്ത് വരുന്നതു നന്നല്ല, കുറേയേറെ പേരിത് ഗൗനിക്കാതോതുന്നുണ്ടതു ശരിയല്ല. ഇനി ഉദാഹരണം. അള്ലമു യഅ്ലമു യുഗ്നി മഗ്ദൂബി എന്നോതാൻ പാടില്ല. അള്ലമു യഅ്ലമു യുഗ്നി മഗ്ദൂബി എന്നല്ലാതോതല്ല. മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ. എന്താ ഇതൊക്കെ പാടാനും പറയാനും കാരണം?
വമൻ അസ്ലമു എന്ന് പറയണം. ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നതാണ് ഈ കലിമത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള കലിമത്ത്. അവിടെയൊക്കെ ശ്രദ്ധിക്കണം. വമൻ അസ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ്, അവിടെയും ശ്രദ്ധിക്കണം കേട്ടോ. മിമ്മൻ മനഅ മസാജിദല്ലാഹ്. അടുത്ത ആയത്ത് വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്. കണ്ടോ ഇവിടെ തന്നെ വന്നു വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് പാടില്ല. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഫഅയ്നമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ് ഇന്നല്ലാഹ വാസിഉൻ അലീം. فأينما تولوا فثم وجه الله إن الله واسع عليم.